കേരള ഹൈക്കോടതിയിലെ ദേവസ്വം ബെഞ്ചിനെതിരെ സുപ്രീം കോടതിയെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സമീപിച്ചു എന്നാണ് വാർത്ത. ബോർഡിൻ്റെ അധികാരം ദേവസ്വം ബെഞ്ച് കവർന്നെടുക്കുന്നു എന്നാണ് സുപ്രീം കോടതിയിൽ പരാതിയുമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പോയിരിക്കുന്നത്. ഹർജിയിൽ സുപ്രീം കോടതി ഇപ്പോൾ സർക്കാരിൻ്റെ നിലപാട് തേടിയെന്ന് ഞങ്ങൾ ഡൽഹി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. ബൽറാം നെടുങ്ങാടി വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും ടെലിഫോണിലുണ്ട്. ബൽറാം, എന്താണ് ദേവസ്വം ബോർഡിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായ ഒരു നീക്കം? കുറച്ചധികം കാലമായി ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിലാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾ. എന്നാൽ കേരള ഹൈക്കോടതി അതിരുകൾ കടക്കുന്നു എന്ന രീതിയിലുള്ള ആക്ഷേപമാണോ ഇപ്പോൾ സുപ്രീം കോടതിയിൽ പോകാൻ ഇവരെ പ്രേരിപ്പിച്ചത്? കേരള ഹൈക്കോടതി ദേവസ്വം ബെഞ്ചിനെതിരെ അസാധാരണ നീക്കവുമായാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് രംഗത്ത് വന്നിരിക്കുന്നത്. ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് തങ്ങളുടെ അധികാരം കവർന്നെടുക്കുന്നു എന്നാണ് ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആരോപണം. സുപ്രീം കോടതിയിലാണ് ഇത് സംബന്ധിച്ച് ഉള്ള നീക്കം ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നത്. ദേവസ്വം ബെഞ്ച് ജുഡീഷ്യൽ അച്ചടക്കം ലംഘിക്കുന്നുവെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഹർജിയിൽ ആരോപിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിന്റെ ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് സുപ്രീം കോടതി നിലപാട് അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കമ്മീഷണറായി ആഭ്യന്തര വകുപ്പ് അഡീഷണൽ സെക്രട്ടറി CV പ്രകാശിനെ നിയമിച്ച ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഉത്തരവിന് എതിരെയാണ് ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നത്. നിയമസഭ പാസാക്കിയ നിയമങ്ങളും ചട്ടങ്ങളും പ്രകാരം ദേവസ്വം ബോർഡ് കമ്മീഷണറെ നിയമിക്കാനുള്ള അധികാരം തങ്ങൾക്കാണ് എന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് വാദം ഉന്നയിച്ചിരിക്കുന്നത്. SKN.